നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പെന്തോകളെ കണ്ടം വഴി ഓട്ടിച്ച കാവി സഹോദരൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബുകളിലും ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. ആ പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോ കണ്ടപ്പോൾ കുറെ കൗതുകം തോന്നി. ഒരു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു കാവി ഉടുത്ത ഒരു സഹോദരൻ ഓട്ടിക്കുകയാണ് കുറച്ചാൾക്കാരെ. അവരൊന്നും പ്രതികരിക്കുന്നില്ല. അവര് ഒരു സിസ്റ്ററോട് പറയുന്നുണ്ടോ, അയ്യോ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ സിസ്റ്റർ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ള കാര്യം ഈ സിസ്റ്റർക്ക് അറിയത്തില്ലേ? അയ്യോ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ സഹോദരി പറയുന്നു. ഞാൻ പറയുന്നു, ഇങ്ങനെ ഈ സുവിശേഷ സംബന്ധമായിട്ട് പരസ്യങ്ങളിൽ പോകുന്ന സഹോദരങ്ങൾ ഒരുക്കത്തോടെ ഇവരെ ബോധവൽക്കരിച്ച് കൊണ്ടുപോകണം. ഒരു കാര്യം സംഭവിക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതിനെ കുറിച്ച്. അവിടെ അന്താളിച്ച് അയ്യോ എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ കുറെ സ്ത്രീകൾ പറയുന്നുണ്ട്. അത് നാണക്കേട് പിടിച്ച കേസാണ്. ഇങ്ങനെ പറയരുത്, അത് ശരിയായ കാര്യമല്ല. കാരണം കുറച്ച് പ്രാക്ടീസ് കൊടുത്ത് കുറച്ച് വിവരബോധങ്ങൾ കൊടുത്ത ശേഷം മാത്രമാണ് ഈ പരസ്യങ്ങൾ ഈ പെണ്ണുങ്ങളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ടുപോകാൻ. അവർ പ്രസംഗിക്കണം, അവർ യേശുവിനെ കുറിച്ച് പറയണം. അപ്പോൾ ആ സഹോദരൻ നിന്ന സമയത്ത് ഇദ്ദേഹം എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ എവിടെ നിന്ന് എന്ന് പറഞ്ഞു അദ്ദേഹം എതിർക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയില്ല. കാരണം കർത്താവിന്റെ സുവിശേഷം എന്ന് ആരംഭിച്ചോ അന്ന് മുതൽ എതിർപ്പ് ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ യഹൂദന്മാരിൽ നിന്ന് എതിർപ്പ് കർത്താവിന്റെ നാമത്തിലുണ്ടായി, അല്ലെ? ഏത് രാജ്യങ്ങളെയും സുവിശേഷം ചെല്ലുമ്പോൾ അതിൻ്റെ എതിർപ്പുണ്ടാകും. അത് ഇന്നും എതിർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ? ഈ സത്യസുവിശേഷം ജനങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ ശത്രു അതിന്റെ സകല തന്ത്രം ഉപയോഗിക്കും, സകല മാധ്യമങ്ങൾ ഉപയോഗിക്കും. മനുഷ്യനെയും രാഷ്ട്രീയത്തെയും മതത്തെയും ആചാരത്തെയും അനുഷ്ഠാനങ്ങളെയും അവന്റെ എല്ലാവിധ സ്വാധീനങ്ങളെയും ഉപയോഗിക്കും. കാരണം അവൻ ഈ ലോകത്തിലെ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ആ സഹോദരൻ കാണിച്ച തെറ്റുണ്ടോ? തെറ്റില്ല. കാരണം ഗോസ്പലിൽ എപ്പോഴും എതിർപ്പുണ്ടാകും. നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് കുറച്ച് ഉപദേശം കൊടുക്കാം. അതായത് ഈ പെന്തക്കോസുകാരെ എങ്ങനെ ഓട്ടിക്കാം എന്ന് കാവി ഉടുക്കുന്ന സഹോദരന്മാർ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ കുറച്ച് നിർദ്ദേശങ്ങൾ പറയാം. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഇവർ ഓടിപ്പോവും, അല്ലെങ്കിൽ ഇവരെ ഓട്ടിക്കാൻ പറ്റില്ല. ഇവർ അവിടെ പ്രസംഗിക്കും, അപ്പുറത്ത് പ്രസംഗിക്കും. മാത്രമല്ല അവിടെ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ ആരെങ്കിലും ഒരാൾ യേശുവിനെ അറിഞ്ഞെന്ന് വരും. അതുകൊണ്ട് ഇവരെ എങ്ങനെ ഓട്ടിക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ സഹോദരന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഈ സഹോദരൻ വീഡിയോയിൽ വന്നു, ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കി അല്ലെങ്കിൽ പരിഹസിച്ചു, അദ്ദേഹത്തെ വിമർശിച്ചു. മാത്രമല്ല രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണെങ്കിൽ യഥാർത്ഥത്തിൽ കേസ് കൊടുത്താൽ അദ്ദേഹവും കുറ്റക്കാരനായി മാറും. അതുകൊണ്ട് എന്തിനാണ് സഹോദര അങ്ങനെയൊക്കെ പോകുന്നത്? നമ്മളെല്ലാം ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ മക്കളല്ലേ, നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ട. ഇവരെ ഓട്ടിക്കാനുള്ള കുറച്ച് കാര്യം പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓടിക്കോ, ചേട്ടന്റെ കയ്യില് രാഖി ഇട്ടിട്ടുണ്ട്. ഒച്ച ഉണ്ടാക്കിയിരിക്കും, വെറുതെ നോക്കിയോ? ഒരു പേപ്പർ വലിച്ചു ചേട്ടാ താഴെയിട്ട്. എല്ലാവരും നോക്കിയോ? എന്തിനാ പറഞ്ഞ പ്രസംഗിക്കുന്നത്? ഒരു കാര്യമില്ല. അവിടെ നിങ്ങളില്ല, മുസ്ലിങ്ങളില്ല. അതിനു വേണ്ടി അയ്യോ എന്താ ഇങ്ങനെ ഒരു സഹോദരി ആടാ വണ്ടി എടുത്തു പോടാ, വണ്ടി പൊക്കോടാ. ഒരു ചുക്കം വേണ്ട, എടുത്തു പോടാ. ട്രാക്ടർ വലിച്ച് വാങ്ങിച്ച് ചേട്ടാ. ചേട്ടാ ഹീറോയാണ്. ഒരു പരിപാടി എടുത്തു പോടാ. എന്താണ് വിചാരിച്ചത് നീ? എന്റെ വീട് കൊണ്ടുവന്നോടാ. എന്റെ വീട് ഞാൻ പറയുന്നത് അടിച്ചു മുറിക്കുന്ന ഒരു ട്രാക്ടർ ചേട്ടാ അടിച്ചു മുറിക്കുന്ന പറയുന്നത്. വണ്ടി നിങ്ങളുടെ ഒരു തേങ്ങ മുറിഞ്ഞു വേണ്ടോ? വണ്ടി
അപ്പോൾ ഇതാണ് വീഡിയോ. ചേട്ടൻ ഭയങ്കര കലിപ്പില്ല. ചേട്ടൻ പറയാണ് എന്റെ വീടിന്റെ അവിടെ കൊണ്ട് കൊടുത്തു പോകണം, നിന്റെ കാലിന് അടിച്ചു പിടിക്കും. ചേട്ടാ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. കാവി കൊടുത്ത രാഖി കെട്ടിയ ചേട്ടാ ഇതിന്റെ ആവശ്യം വല്ല ഉണ്ടാ? ചേട്ടനെ ചിലപ്പോൾ ചേട്ടന്റെ രാഷ്ട്രീയ നിലപാടിൽ ചേട്ടനെ പഠിപ്പിക്കുന്നതായിരിക്കും. ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടാ ഈ ഇന്ത്യയിൽ സുവിശേഷം വന്ന ശേഷം ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചോ? കുറച്ച് ശതമാനമല്ലേ ഉള്ളൂ ചേട്ടാ. കൂടുതലും മറ്റിതര മതത്തിൽപ്പെട്ടവരല്ലേ ചേട്ടന്റെ ആൾക്കാരെ. പിന്നെ ചേട്ടൻ എന്തിനാണ് ഒരു ട്രാക്ട് കാണുമ്പോൾ, ഒരു ബൈബിള് കാണുമ്പോൾ, ഏതെങ്കിലും കവല ചെയ്യുന്ന ഒരാൾക്കാർ പ്രസംഗം കാണും ചേട്ടൻ എന്തിനാണ് ഹാലിളവുന്നത്? എന്താണ് ചേട്ടന്റെ ഹൃദയത്തിരിക്കുന്നത്? ചേട്ടാ ഞങ്ങൾ തീവ്രവാദികളാണോ? അല്ല ഞങ്ങൾ രാജ്യത്തിന് അഴിമതി നടത്തുന്നവരാണോ? ഞങ്ങൾ കള്ളപ്പണക്കാരാണോ? ഞങ്ങൾ കൊള്ളക്കാരാണോ? ആരാണ് അവർ? ചേട്ടൻ എന്തിനാണ് ഇത്ര കോപിക്കുന്നത്? എന്തിനാണ് എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞ കാര്യം എന്താണ്? ചേട്ടാ കാവി കൊടുത്ത രാഖി കെട്ട ചേട്ടനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ചേട്ടാ ഇത്ര കാര്യമുള്ളൂ. ചേട്ടാ ഒരു കാര്യം ചെയ്യണം. ഇവരിനി പ്രസംഗിക്ക് വരുമ്പോൾ ഇവരോട് ഉടക്കരുത്. ഇവർക്ക് ചെയ്യേണ്ട കാര്യം ഇവരോട് ചോദ്യങ്ങൾ ചേട്ടൻ ചോദിക്കണം. ചേട്ടന്റെ അറിവിലും ബോധത്തിലും കുറെ ചോദ്യങ്ങൾ ചോദിക്കണം. ബൈബിൾ ആസ്പദമാക്കിയും ചേട്ടന്റെ ഭഗവത്ഗീത ആസ്പദമാക്കിയും രാമായണം ആസ്പദമാക്കിയും ചേട്ടൻ ഹിന്ദു മതത്തിലെ ശിവലിംഗം ആസ്പദമാക്കിയും ശിവന്റെ ശിവപുരാണം ആസ്പദമാക്കിയും ഒക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ശിവനാണ് വലിയവൻ, ബ്രഹ്മാവാണ് വലിയവൻ, വിഷ്ണുവാണ് വലിയവൻ എന്ന് ചേട്ടൻ അങ്ങോട്ടും ഇവരോട് അങ്ങ് സംസാരിക്കണം. ഇവരെ അങ്ങനെ ഓടിക്കരുത്. ഇവരോട് നിന്ന് സംസാരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മതത്തിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് ചേട്ടൻ വാഗ്വാദം ചെയ്യണം. ആ നല്ല കാര്യങ്ങൾ കൊണ്ട് ചേട്ടൻ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിക്കണം. അല്ലെങ്കിൽ ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്ന മതത്തിലെ ദൈവങ്ങളെക്കാൾ ദേവന്മാരെക്കാൾ ചെറുതാണ് എന്ന് ചേട്ടൻ വാദിക്കണം. ഇതാണ് അവരെ ഓട്ടിക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞുതരാം. യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ചേട്ടൻ സ്ഥാപിക്കണം. അവരെ മുമ്പിൽ ഈ സുവിശേഷ പ്രസംഗത്തിന് മുമ്പിൽ യേശു ക്രിസ്തു ദൈവമല്ല സ്ഥാപിക്കണം. ഒരു വഴക്കും വേണ്ട. അവരങ്ങ് പ്രസംഗിക്കും. ചേട്ടൻ അവരോട് സംസാരിക്കണം യേശു ക്രിസ്തു ദൈവമല്ല എന്ന് ചേട്ടൻ സ്ഥാപിക്കണം. പിന്നെ നിങ്ങളുടെ ഗ്രന്ഥം അവർ കൊടുക്കണം. രാമായണോ മഹാഭാരതമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. നിങ്ങൾ ട്രാക്റ്റിലോ കൊടുത്തു പോകണം. അവർ വാങ്ങിക്കുമോ വാങ്ങിക്കുന്നില്ല നമുക്ക് പരീക്ഷിക്കാമല്ലോ. വാങ്ങിച്ചില്ലെങ്കിൽ അവരെ അവരുടെ സുവിശേഷം പ്രസംഗിക്കാൻ സമ്മതിക്കണ്ട. അവർ വാങ്ങിക്കുമെന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ഗ്രന്ഥങ്ങൾ കൊടുക്കണം. ഇത് ഇവരെ ഓട്ടിക്കല പോകാൻ വഴിയാണ്. അടുത്ത, ഇവരെ സത്യം പറഞ്ഞാൽ ചേട്ടാ എതിർക്കരുത്. എതിർത്താനുള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ സുവിശേഷം എവിടെയെല്ലാം എതിർക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ എതിർക്കരുത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവരെ എതിർക്കരുത്. എതിർക്കാതെ ഇവരെ ഓട്ടിക്കാനും ഇവരെ നിശബ്ദമാക്കാനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഇവരെ എതിർക്കരുത്. ഇവരെ എതിർത്താൽ പ്രശ്നമാണ്. എതിർത്തില്ലെങ്കിൽ ചേട്ടാ ഒരു കാര്യം ഇവിടെ സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. അവർ വരും, ടാറ്റ് കൊടുക്കും, പ്രസംഗിക്കും, പോകും. ചേട്ടാ എതിർത്തോണ്ടല്ലേ ഈ ലോകം മൊത്തം ഒരു കാര്യം അറിഞ്ഞത്, അനേകർ കാര്യം അറിഞ്ഞത് അല്ലേ? അപ്പോൾ ചേട്ടാ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ചേട്ടനോട് പറയാനുള്ള കാര്യം, ആ രാഖി കെട്ടിയ പിന്നെ കാവ്യ കൊണ്ടുകൊടുത്ത ചേട്ടനോട് പറയാനുള്ള കാര്യം ഇതാണ്. ഇവരെ എതിർക്കരുത്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇവരെ എതിർത്താനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ എതിർത്താൽ ഇവർ വളരും. ഇവർ പോയി ഒന്ന് പ്രാർത്ഥിക്കും. ഇതാണ് ഇവരുടെ കുഴപ്പം. ഇവർ അടിക്കാൻ വരത്തില്ല. ചേട്ടന്റെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവമാണ് നടന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളവിടെ ഒരു ചെണ്ട കൊട്ടി മേളമൊക്കെ ആയിട്ട് ചപ്ര എളിഞ്ഞ സമയത്ത് പള്ളിക്കാരോ ക്രിസ്ത്യാനികളോ വീട്ടിൽ ഇവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്തായിരിക്കും സ്ഥിതി അല്ലേ? അടി നടക്കത്തില്ല ചേട്ടാ. വാളക്ക പിന്നെ ഊരി വരത്തില്ലേ? എവിടെ നിന്നൊക്കെ വാളൂരെന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇവരൊരു പ്രത്യേകത വെച്ചാൽ ഇവരെ എതിർത്താൽ ഇവരൊരു ചുക്കും ജയിലും ഇവർ പോയി പ്രാർത്ഥിക്കും. ചേട്ടാ അത് ഭയങ്കര പ്രശ്നമാണ്. അത് പ്രാർത്ഥിക്കും. ഇവർ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇവര് കേസ് കൊടുക്കാൻ പോകില്ല. ഇവർ പറയുന്നത് സുവിശേഷം പറയുമ്പോൾ എതിർത്താൽ അത് കർത്താവിന്റെ നാമത്തിൽ വേദന സഹിക്കുന്നതാണ്. അതുകൊണ്ട് അവരൊന്നും പറയാൻ പാടില്ല. ഞങ്ങളുടെ സഹോദരനാണ്, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവർ പോയി പ്രാർത്ഥിക്കും. ഇതാണ് ഒരു സ്വഭാവം. അടുത്തത്, രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഈ കാണിച്ചത് ചേട്ടൻ ചെയ്തത് തെറ്റാണ്. കാരണം രാജ്യം എന്ന് പറയുന്നത് എൻ്റെ നിങ്ങളുടെ വകയാണ് അല്ലെ? ഏത് മതത്തിൽപ്പെട്ടവനും മതം പ്രചരിപ്പിക്കുവാനും മതം ആചരിക്കുവാനും അത് അനുഷ്ഠിക്കുവാനും എല്ലാം ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നു അല്ലേ? നമുക്ക് ചേട്ടനെ രാമായണം പ്രചരിപ്പിച്ചോ, മഹാഭാരതം പ്രചരിപ്പിക്ക്, ബ്രഹ്മാവിനെ കുറിച്ച് പറ, വിഷ്ണുവിനെ കുറിച്ച് പറ, ശിവനെ കുറിച്ച് പറ. എന്തുകൊണ്ട് ചേട്ടനത് കഴിയുന്നില്ല? ചേട്ടൻ ഇറങ്ങി പ്രസംഗിക്ക്. പക്ഷെ അങ്ങനെ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്ന സന്ദേശം നിങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? ഉണ്ടല്ലോ. ആദ്യകാലങ്ങളിൽ ഇവിടെ ശിവപുരാണങ്ങളൊന്നും, ശിവമതം അല്ലെങ്കിൽ ശിവന്റെ ആശയങ്ങൾ, ശിവപുരാണങ്ങൾ, ഇവിടെ ശിവൻ ആധിപത്യം നടത്തിയ സമയത്ത്, ഇവിടെ ബുദ്ധമതം വരുന്ന സമയത്ത് ശിവന്റെയും വിഷ്ണുവിന്റെയും പാട്ടൊക്കെ പാടി കഥകൾ പാടിയൊക്കെ തന്നെയാണ് ആൾക്കാരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിച്ചത്. ഹിന്ദുമതം ഇന്ത്യയിൽ വളർന്നത് പാട്ടുകളിൽ കൂടിയും കവിതകൾ കൂടിയും പിന്നെ മറ്റ് കലാ കാര്യങ്ങളിൽ കൂടിയാണ് ഹിന്ദുമതം വളർത്തിയത്. ഇങ്ങനെയാണ് കേരളത്തിൽ പറയുന്നത്. ശിവന്റെ കാര്യങ്ങളും ബ്രഹ്മാവിന്റെ വിഷ്ണുവിന്റെ കാര്യങ്ങളൊക്കെ പാട്ടുകൾ പാടി തെരുവിൽ നടക്കുകയും
ജനങ്ങളെ കൊണ്ട് ഏറ്റുപടക്കുകയും ചെയ്താണ് ഇവിടെ ഈ ഹിന്ദു മതം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ ചേട്ടാ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ ഇവർ ഓടിച്ചു കളയും. അല്ല എങ്കിൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ചേട്ടൻ ചെയ്തതും കുറ്റമാണ്. അതുകൊണ്ട് കാവി ഉടുത്ത രാക്കിയിട്ട ചേട്ടനോട് ഈ നല്ല കാര്യം ഉപദേശിക്കുകയും, അപ്പോൾ തന്നെ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ അത് സത്യസുവിശേഷമാണ്. അത് ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സന്ദേശമാണ്. അത് ദൈവം മാനവരാശിയെ രക്ഷിക്കാൻ അയച്ച സന്ദേശമാണ്. ആ സന്ദേശം വിണ്ണിൽ നിന്ന് മണ്ണിൽ വന്ന് കടലും കായലും കടന്ന് ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കണമെന്നുള്ളത് ക്രിസ്തുവിന്റെ വചനമാണ്, ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അവനെ വിശ്വസിക്കുന്ന എല്ലാവരും ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. ചേട്ടന് ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യം ചെയ്താൽ മതി, ഇവരെ ഓട്ടിക്കാം. അല്ലാതെ എതിർത്താലൊന്നും തകരുന്ന ഒന്നല്ല സുവിശേഷം. കാരണം എവിടെയെല്ലാം എതിർത്തിട്ടുണ്ടോ അവിടെയെല്ലാം വളരുന്ന ഒന്നാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കാൻ അവസരമുണ്ട്. ചേട്ടന്റെ മതവും ചേട്ടന്റെ ദൈവങ്ങളുമായി ദേവന്മാരുമായി പുറത്തിറങ്ങി അവരെ കുറിച്ച് പ്രസംഗിക്കൂ. എന്നല്ലാതെ എതിർത്തിട്ട് വല്ല ഗുണമുണ്ടോ ചേട്ടാ? ചേട്ടന്റെ ഉള്ളിയിരിക്കുന്ന തെറ്റായ തീവ്രമായ ചിന്തകളാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ ചേട്ടൻ ഇങ്ങനെ ഉപയോഗിച്ചത്. ചേട്ടനെ പരിശോധിക്കുക. ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു. അപ്പൊ ഇവർ ഓട്ടിക്കാനുള്ള ഒറ്റമൂലി ഇതൊക്കെയാണ്. ഗോഡ് ബ്ലസ് യു.